ഹലോ, ഇന്നൊരു എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാം. ഞാൻ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് ഈ സാധനം ഫ്ലോപ്പായിട്ടാണ് കിട്ടിയിരുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറേ ഇല്ല. അപ്പം ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് കറക്റ്റായതുകൊണ്ട് മാത്രമേ ഞാൻ ഈ വീഡിയോ എടുക്കൂ. പണ്ടത് ആദ്യം ഉണ്ടാക്കുമ്പോഴും അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് കറക്റ്റ് ആവാത്ത കാരണമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു കപ്പ് കോൺഫ്ലോറിലേക്ക് ഈക്വൽ കപ്പ് അളവിൽ ഫെവിക്കോൾ ആഡ് ചെയ്യുക, വൈറ്റ് ഗ്ലൂ. അത് നല്ലോണം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ ഓഫ് ഓയിൽ, എന്തെങ്കിലും ഓയിലാക്കുക. ഞാനിവിടെ സാധാ വെളിച്ചെണ്ണ ആണ് ഉപയോഗിച്ചത്. അതിലേക്ക് 2 സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാക്കിയതിന് ശേഷം വൈറ്റ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുക കൂടെ ആഡ് ചെയ്യുക. അതൊക്കെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിതിന് മുമ്പൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് ചെയ്തത് കാരണം എനിക്ക് അതിൻ്റെ ഒരു അളവ് ഓർമ്മ ഉള്ളത് കാരണം ഞാൻ അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നേരെ അടുപ്പിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക. ഞാനിവിടെ ഞാനിതിന് യൂസ് ചെയ്യുന്നൊരു നോൺ സ്റ്റിക്ക് പാനുണ്ട്. ആ പാനിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ലല്ലോ, അടിയിൽ പിടിക്കുക അങ്ങനത്തെ പ്രശ്നമില്ല. അതില്ലെങ്കിൽ ഏത് പാനും യൂസ് ചെയ്യാം. പക്ഷേ കുക്ക് ചെയ്യാൻ എടുക്കണ പാത്രങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ ഈ പാത്രം പിന്നെ നമുക്ക് കുക്കിങ്ങിന് എടുക്കാൻ പറ്റില്ല. അപ്പം ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്. നമുക്ക് കൈ വേനെടുക്കും. കാരണം കൈ വിടാണ്ട് ഒരു ഗ്യാപ്പില്ലാണ്ട് നമ്മൾ ഈ സാധനം ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കട്ട പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നല്ലോണം ഇത് ഇളക്കി നമ്മളെ കൈയൊക്കെ വേദന എടുക്കും. ഞാനാണെങ്കിൽ ഇടത്തേയും വലത്തേയും മാറി ഇളക്കിയതായിരുന്നു. അങ്ങനെ ഇതൊരു പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറാം. നമ്മളെ കയ്യിലേക്കൊക്കെ ഇതാക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ടിങ്ങനെ ഒട്ടുന്ന പാകമാകുമ്പോൾ ആണ് ഞാൻ എടുക്കാറ്. ഒട്ടുന്ന പാകം എന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ടൊരു സ്റ്റിക്കി ഫീൽ ഉണ്ടാവില്ലേ, ഭയങ്കരമായിട്ടുള്ള ഒട്ടൽ, അപ്പം ഇതാവും. പക്ഷെ ഒട്ടാണ്ട് നിൽക്കുമ്പം എനിക്ക് അത് ഭയങ്കര ഡ്രൈ ആയി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു പാകമാകുമ്പം നേരെ എടുത്ത് കുറച്ച് കോൺഫ്ലവർ വിതറിയിട്ട് ഈ സാധനം നീഡ് ചെയ്യണം. നമുക്ക് മാവ് പരത്തുന്ന പോലെ പരത്തി തുടങ്ങണം. ഞാൻ സ്ലാബിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ടിട്ടാണ് പരത്തുന്നത്. കാരണം സ്ലാബൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം അതാണ് കുറച്ച് സ്പേസും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. കയ്യിൽ എണ്ണയാക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആക്കിയിട്ടില്ലെങ്കിൽ കയ്യിലൊക്കെ പിടിക്കും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇത് നല്ലോണം ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ നല്ലോണം ഇരുന്ന് പരത്തി കഴിഞ്ഞിട്ട് ഇതൊന്ന് വലിച്ച് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടൊന്ന് വലിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് എന്നൊക്കെ പറയില്ലേ, ഈ മഴത്തുള്ളി അങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടുന്നതാണ് കറക്റ്റായിട്ട് കിട്ടുക എന്ന് പറയാം. അപ്പോൾ അത് നല്ലോണം നീഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒന്ന് പുറത്തൊക്കെ അപ്ലൈ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പിൽ റാപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുക. എൻ്റെ കയ്യിൽ ക്ലിംഗ് റാപ്പൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ നോർമലായിട്ടുള്ള നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ലേ സാധനങ്ങൾ, അതിലാക്കിയിട്ട്